ഹായ് എവ്രി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്ലോബൽ ലെവലിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലായിക്കോട്ടെ കനത്ത നഷ്ടത്തിലാണ് ട്രേഡിംഗ് അവസാനിച്ചത്. US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ്റെ ആശങ്കകളും അതുപോലെ തന്നെ US ട്രഷറി ബോണ്ട് ഈൽഡ് 4.7 എന്ന ലെവലിലേക്ക് ഉയർന്നതും അതുപോലെ ടെക് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള AI സ്പെൻഡിങ്സ് അത് പ്രോഫിറ്റബിലിറ്റിയോ ബാധിക്കുമോ എന്നുള്ള ആശങ്ക കാരണം നാസ്ഡാക്ക് S&P 500കളിലൊക്കെ കമ്മിച്ച് ഇടിവുണ്ടായിരുന്നു. കൂടാതെ ഏഷ്യൻ മാർക്കറ്റിൽ നിക്കൈ ആയാലും കോസ്പി ആയാലും പ്രധാനപ്പെട്ട ഈ ഏഷ്യൻ ഇൻഡെക്സുകളിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവും ട്രംപിൻ്റെ പുതിയ താരിഫ് പ്രഖ്യാപനങ്ങളും ഒക്കെ മൊത്തത്തിലൊരു അൺസർട്ടനിറ്റി സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തുടർച്ചയായ 5 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോളാണ് മാർക്കറ്റിലുണ്ടായത്. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കാരണം ബ്രണ്ട് ക്രൂഡിൻ്റെ വില 100-ന് മുകളിലേക്ക് പോയതും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചു. കൂടാതെ FIAs വൻതോതിൽ അവരുടെ സെല്ലിങ് വീണ്ടും ആരംഭിച്ചതും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിച്ചു. അപ്പോൾ ലാസ്റ്റ് വീക്കിൻ്റെ ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് മുൻനിര കമ്പനികൾ ഉൾപ്പെടുന്ന നിഫ്റ്റി 50 ഇൻഡെക്സാണ്. ഇപ്പോൾ HDFC ബാങ്കിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഡിസപ്പോയിൻമെൻറ്റും അതുപോലെ FIAs ബാങ്കിങ് സെക്ടറുകളിൽ നിന്നും IT സെക്ടറുകളിൽ നിന്നും അവരുടെ ഹോൾഡിങ് വിറ്റഴിച്ചതുമാണ് ഈ ലാർജ് ക്യാപ്പിൽ പ്രധാനമായിട്ടുള്ളൊരു പിറകോട്ടടി കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. എന്നാൽ അവിടെ നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ ഒരു പെർഫോമൻസ് ആ വലിയ ഇടിവുകൾക്കിടയിലും ഏതാണ്ട് മാറ്റമില്ലാതെ ഒരു ഔട്ട് പെർഫോമൻസ് കാണിച്ചതായിട്ട് കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ FMCG സ്റ്റോക്കുകളും ഡിഫൻസ് അതുപോലെ കൺസ്യൂമർ മേഖലയിലുള്ള സ്റ്റോക്കുകളുമാണ്. അപ്പോൾ അവിടെ ഒരു സെക്ടർ റൊട്ടേഷൻ നടന്നപ്പോൾ ഈ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സുകളിലാണ് കൂടുതലായിട്ടുള്ള ബൈങ് നടന്നത്. മറ്റ് ബ്രോഡർ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ലാർജ് ക്യാപ് സ്റ്റോക്കുകളെക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രതിരോധം സൃഷ്ടിച്ചെങ്കിലും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസിങ്. നിഫ്റ്റി സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് മൈക്രോ ക്യാപ് 250 വലിയ തകർച്ച ഒഴിവാക്കിക്കൊണ്ട് ചെറിയ തോതിലുള്ള ഒരു നഷ്ടം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ആശ്വാസം പകർന്നത് കാണാം. ഇനി വീക്കിലി സെക്ടറൽ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG ഓട്ടോ ഈ 2 പ്രധാനപ്പെട്ട ഇൻഡെക്സുകളാണ് വലിയ തകർച്ചയില്ലാതെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇതൊരു സേഫ് ഹെവണായി കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ FMCG സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓട്ടോ സ്റ്റോക്കുകളുടെ ഒരു റിസൾട്ട് എക്സ്പെക്റ്റേഷൻ കാരണം അവിടെയും നല്ല ഒരു ബൈങ് നടന്നതായിട്ട് കാണാം. അതുപോലെ PSU സ്റ്റോക്കുകൾ ഉൾപ്പെടുന്ന CPSE ഇൻഡെക്സുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അതുപോലെ നിഫ്റ്റി മീഡിയയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. എന്നാൽ വലിയ തകർച്ച നേരിട്ടിട്ടുള്ളത് നിഫ്റ്റി റിയാലിറ്റി സ്റ്റോക്കുകളാണ്. അപ്പോൾ അതിന് മുമ്പത്തെ ആഴ്ചകളിൽ ഉണ്ടായിട്ട് മുന്നേറ്റത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ സ്റ്റോക്കിൽ നല്ല തോതിൽ നടന്നതായിട്ട് കാണാം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയും വലിയ തോതിൽ ഇടിഞ്ഞതായിട്ട് കാണാം. അതുപോലെ നിഫ്റ്റി ITയും നിഫ്റ്റി എനർജിയുമാണ് മേജറായിട്ട് ഫോളോ ചെയ്ത മറ്റ് 2 സെക്ടറുകൾ. അപ്പോൾ ഈ ജൂലൈ മാസം അവസാനത്തെ ഈ ഒരാഴ്ച വരാൻ പോകുന്ന ഈ ആഴ്ചയിലുള്ള മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് തീർച്ചയായിട്ടും US-ഇറാൻ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ US ബേസുകളിൽ ഈ പാട്രിയറ്റ് ഉൾപ്പെടുന്ന എയർ ഡിഫൻസ് മിസൈലുകളുടെ സ്റ്റോക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ച് മുതിർന്ന അഡ്വൈസേഴ്സും മിലിറ്ററി ഒഫീഷ്യൽസും ഒക്കെ US പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ താൽക്കാലികമായിട്ട് US നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയെ തുടർച്ചയായി നടത്തിയിരുന്ന എയർ സ്ട്രൈക്കുകൾ US ഇപ്പോൾ നിർത്തിവെച്ചതായിട്ട് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ഈ എയർ സ്ട്രൈക്കുകളിൽ താൽക്കാലികമായിട്ടുള്ളൊരു ശമനം ഉണ്ടെങ്കിലും ഇറാൻ്റെ പോർട്ടുകൾക്കെതിരെയുള്ള ആ ഒരു US നാവൽ ബ്ലോക്കേഡ് അതിപ്പോഴും ശക്തമായി തുടരുന്നുണ്ട്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഹോർമസ് സ്ട്രൈറ്റിലൂടെയുള്ള ഷിപ്പുകളുടെ ആ ഒരു മൂവ്മെൻറ്റ് തടയാൻ വേണ്ടിയിട്ട് റവല്യൂഷണറി ഗാർഡ് ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ 4 കപ്പലുകളെ ഇതേപോലെ തടഞ്ഞതായിട്ട് കാണാൻ കഴിയും. കൂടാതെ ഇറാൻ്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തി റബൽസ് അവർ സൗദി അറേബ്യയിലെ ആരാംകോ ഓയിൽ ഫീൽഡിനെ ലക്ഷ്യമാക്കിയിട്ട് ഡ്രോണും മിസൈൽ ആക്രമണങ്ങളും നടത്തിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതിനെതിരെ സൗദി സഖ്യസേനയും തിരിച്ചടിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും അമേരിക്ക താൽക്കാലികമായിട്ട് എയർ സ്ട്രൈക്കുകൾ നിർത്തിവെച്ചതോടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ഡിപ്ലോമാറ്റിക് ടോക്കുകൾ വീണ്ടും സജീവമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇടവേള ഒരു എസ്കലേഷൻ സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ ഉറ്റുനോക്കുന്നത്. കൂടാതെ US-ഇറാൻ തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ചൈന മുൻകൈ എടുക്കുന്നു എന്നുള്ള ഒരു വാർത്തയുമുണ്ട്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയ തോതിൽ ഇടിയാൻ കാരണമായത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണാൻ കഴിയും 101.19 എന്നുള്ള ഹൈ എത്തിയതിന് ശേഷം ആ ഒരു ദിവസം കൊണ്ട് തന്നെ 95.13 എന്ന ലോയിലേക്കും ക്രൂഡ് ഓയിൽ പ്രൈസ് പോയതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്കുള്ള വലിയ മാറ്റം സൂചിപ്പിക്കുന്നത് അവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള പ്രതീക്ഷകൾ
വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന മറ്റൊരു ഇന്റർനാഷണൽ ഇവന്റ് നമുക്ക് കാണുന്നത് US ഫെഡറൽ റിസർവിന്റെ FOMC മീറ്റിംഗ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുത്തുന്ന മാറ്റങ്ങളും ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഫെഡ് ചെയർമാന്റെ പ്രസ്താവനകളും ഒക്കെ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമായിരിക്കും. കൂടാതെ നമുക്കറിയാം ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് പ്രൈസ് $4,000 പെർ ഔൺസ് എന്നുള്ള ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പം $4,000 എന്നുള്ള ഈ ഒരു ലെവൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഈ ഒരു ലെവലിന് മുകളിൽ ഗോൾഡ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മുന്നോട്ടുള്ള ഒരു കുതിപ്പിനുള്ള സാധ്യത ഗോൾഡിലുണ്ട്. അവിടെ രണ്ട് തരത്തിലുള്ള സമ്മർദ്ദം ഗോൾഡിന്റെ മേൽ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആണ്. ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കാരണം ക്രൂഡ് ഓയിലിന്റെ വില $100 മുകളിൽ പോയത് കാരണം ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷന്റെ ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇൻഫ്ലേഷനെതിരെയുള്ള ഒരു ഹെഡ്ജിങ് ടൂളായിട്ടാണ് പൊതുവെ സ്വർണ്ണത്തെ കാണുന്നത്. അത്തരം ഘട്ടങ്ങളിൽ സ്വർണം ഉയരാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ നമ്മൾ കാണുന്നത് US ബോണ്ട് ഈൽഡ് വർദ്ധിക്കുന്നതായിട്ടാണ്. അപ്പോൾ US ബോണ്ട് ഈൽഡ് വർദ്ധിക്കുമ്പോൾ ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് ഉയരുമെന്നുള്ള ഒരു സൂചനയാണത്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ഡോളറിന്റെ സ്ട്രെങ്ത് കൂടുകയും അത്തരം ഘട്ടങ്ങളിൽ സ്വർണ്ണയുടെ വില കുറയുകയാണ് ചെയ്യുക. ഈ രീതിയിലുള്ള രണ്ട് തരത്തിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സാണ് ഗോൾഡിന്റെ പ്രൈസിനെ ഇപ്പോൾ സ്വാധീനിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ 4,000 എന്ന റേഞ്ചിൽ ഗോൾഡ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ 4,000 ഒരു റീബൗണ്ട് എടുക്കുകയാണെങ്കിൽ 4,150 റേഞ്ചിലേക്ക് വളരെ പെട്ടെന്ന് ഗോൾഡ് പോകും. അതേസമയം അവിടെ നിന്നൊരു ബിയറിഷ് ട്രെൻഡിലേക്കാണ് പോകുന്നതെങ്കിൽ 3,950 ലെവലിലേക്ക് ഗോൾഡ് താഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു അൺസർട്ടനിറ്റിയും അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും തുടർന്ന് ഈ ഒരു ഘട്ടത്തിൽ നെക്സ്റ്റ് വീക്ക് US ഫെഡറൽ റിസർവ് എടുക്കുന്ന നിലപാടുകൾ സ്വർണത്തിൻ്റെ ഈ ഒരു മുന്നേറ്റമാണോ അല്ലെങ്കിൽ കറക്ഷനാണോ ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതുപോലെ നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് ബാങ്ക് ഓഫ് ജപ്പാന്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ആണ്. കാരണം നമുക്കറിയാം ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വേൾഡ് വൈഡ് ഇൻവെസ്റ്റേഴ്സിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന കാര്യമാണ്. കാരണം അവിടെ 1% മാത്രമാണ് നിലവിൽ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ആ ഒരു ലെവൽ നിലനിർത്തുമെന്നാണ് പൊതുവെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒക്ടോബറോടെ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള സൂചനകൾ ബാങ്ക് ഓഫ് ജപ്പാൻ ഗവർണർ നൽകിയേക്കാമെന്ന സ്പെക്കുലേഷൻസും അവിടെ നിലവിലുണ്ട്. അപ്പോൾ ഗ്ലോബൽ ലിക്വിഡിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ബാങ്ക് ഓഫ് ജപ്പാന്റെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. അതുപോലെ തന്നെ USന്റെ GDP ഡാറ്റ അതും നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അതും US ഫെഡ് റിസർവിന്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും. ഇനി നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന തീർച്ചയായിട്ടും പ്രധാന ഘടകം നമ്മുടെ Q1 കോർപ്പറേറ്റ് ഏർണിംഗ്സ് റിപ്പോർട്ടുകളാണ്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട പല കമ്പനികളുടെയും ഏർണിംഗ്സ് റിപ്പോർട്ടുകൾ നെക്സ്റ്റ് വീക്ക് വരും. അതിലൊന്ന് LNT ആണ്, ലാർസൻ ആൻഡ് ടൂബ്രോ, അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി എന്റർപ്രൈസസ്, IRFC, ITC തുടങ്ങിയ മാർക്കറ്റ് ലീഡിംഗ് കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് തീർച്ചയായിട്ടും ആ സെക്ടറിലെ സ്റ്റോക്കുകളുടെ ദിശ നിർണ്ണയിക്കുന്നതിൽ ശക്തമായ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണിവ. അതുകൊണ്ട് തന്നെ ഇവയുടെ റിസൾട്ടുകൾ വളരെ പ്രധാനമാണ്. കൂടാതെ FIIസിൻ്റെ സെല്ലിങ്ങും നമുക്കറിയാം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായിട്ട് പുനരാരംഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും FIIസിൻ്റെ സെല്ലിങ് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ചിട്ട് താരതമ്യേന കുറവാണ്. കാരണം 11,728 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് മാത്രമാണ് ഓൾറെഡി ഈ ജൂലൈ മാസം അവർ നടത്തിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഏറ്റവും കുറഞ്ഞ ഒരു FII സെല്ലിംഗ് ആണ്. DISന്റെ ബൈയിങ്ങും വലിയ തോതിൽ കുറഞ്ഞതായിട്ട് കാണാം. ഇപ്പോൾ 29,000 കോടിയുടെ ഒരു ബൈയിങ് മാത്രമാണ് DIS നടത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പല ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകളും അതിൻ്റെ ഷെയർ പ്രൈസ് ഓവർ വാല്യൂഡായി നിൽക്കുന്ന ഒരു കാരണമാകാം അവരുടെ ബൈയിങ് അവർ കുറക്കാൻ കാരണം. കൂടാതെ ഇപ്പോൾ ഈ Q1 റിസൾട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ പല കമ്പനികളുടെയും റിസൾട്ടുകൾ വാച്ച് ചെയ്തുകൊണ്ട് ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ കാണിക്കുന്നത്. എന്നാൽ മാർക്കറ്റ് വലിയ തോതിൽ ഇടിയുമ്പോൾ അവർ ഒരു ശക്തമായ ബൈയിങ് നടത്തുന്നതായിട്ട് കാണാം. അതാണ് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നമ്മൾ കണ്ടത്. അവിടെ നല്ല ബൈയിങ് അവർ ഒറ്റ ദിവസം നടത്തിയായിട്ട് കാണാം. ഫൈനലായിട്ട് നിഫ്റ്റിയുടെ ലെവലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 23,500, 23,550 ഒരു റേഞ്ച് ശക്തമായ സപ്പോർട്ട് ലെവലായിട്ട് നെക്സ്റ്റ് വീക്ക് നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്സൈഡിലേക്കുള്ള മൂവ് ഒരു ലിമിറ്റഡ് ആയിട്ടാണ് കാണുന്നത്. 23,950, 24,000 റേഞ്ച് ഒരു ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. അൺടിൽ ആൻഡ് അൺലെസ് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രത്യേകിച്ച് ഈ US ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പീസ് ടോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകൾ മാത്രമേ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.